ഹേ ഓൾ ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നത്തെ പോലെയല്ല, നാളത്തെ ദിവസം കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആക്കണം, പ്രൊഡക്റ്റീവ് ആക്കി വയ്ക്കണം, എല്ലാ കാര്യങ്ങളും ടൈം ഡിലേ കൂടാതെ ചെയ്യണം എന്നൊക്കെ. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ നല്ല എനർജിയോടുകൂടി ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കുറേ കാര്യങ്ങളൊക്കെ മിസ്സിങ് ആയിരിക്കും. കുറേ കാര്യങ്ങളിലൊക്കെ ഓർഗനൈസ് ആക്കി വെക്കാനുണ്ടാവും. അതുപോലെ ടൈം ഡിലേ വന്നിട്ടുണ്ടാവും. പക്ഷേ എനിക്കറിയാം എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്, ഞാൻ മാത്രമല്ല. പക്ഷെ അതിനാണ് നമ്മൾ ലൈഫ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ മാത്രം നടക്കുന്നതല്ലല്ലോ ലൈഫ്. സോ ഹിയർ അഗെയിൻ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ്. സോ ഇന്നത്തെ വ്ലോഗ് ഇറ്റ്സ് എ സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്. എന്നത്തെ പോലെ തന്നെ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടാക്കുന്നത് വിത്ത് 2 പീസസ് ഓഫ് ടോസ്റ്റി കേക്ക് ആൻഡ് 1 കപ്പ് ഓഫ് ബ്ലാക്ക് ടീ വെച്ചിട്ടാണ്. എനിക്ക് ഭയങ്കര മിനിമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഇഷ്ടം. കാരണം രാവിലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ ഭയങ്കര മടി പിടിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഭയങ്കര ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും മോർണിംഗിൽ തന്നെ. അതുപോലെ തന്നെ ഹാല എഴുന്നേറ്റിട്ടുണ്ടായി. ഓൾമോസ്റ്റ് ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടായി ഇന്നലെ എഴുന്നേറ്റ ടൈം. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ ഹാല ഒരുപാട് ടൈം അങ്ങനെ ബെഡിൽ കിടക്കാറില്ല, വേഗം തന്നെ എഴുന്നേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഹാലായി ഇന്നലെ ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. സോ ഹാലക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലാക്ക് ടീ. നോർമൽ ഏത് ടീ ആണെങ്കിലും ഹാലക്ക് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് ടീ ആണ്. സോ അവൾക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ 1 കപ്പ് ഓഫ് ബ്ലാക്ക് ടീ കൊടുത്തു. അതുപോലെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനിലേക്ക് കടന്നു. ഞാൻ രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ തന്നെ എനിക്ക് വേഗം ചെയ്യേണ്ട ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്കിൻ കെയർ. പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് പെട്ടെന്ന് സ്വെറ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ എൻ്റെ കിച്ചൺ ഡ്യൂട്ടീസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കിൻ കെയറിലേക്ക് കിടക്കുന്നത്. കുറേ പേരായി എന്നോട് ചോദിക്കുന്നു സ്കിൻ കെയർ ജേണി എപ്പോഴാണ് സ്റ്റാർട്ടാക്കിയത്, എന്താണ് സ്കിൻ കെയർ ചെയ്തിട്ട് ഫേസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്നൊക്കെ. പക്ഷെ സീരിയസ്ലി പറയാനാണെങ്കിൽ ഫസ്റ്റ് ഒക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സ്കിൻ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ ഫേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കിൻ ടൈപ്പാണ്, ലൈക്ക് അത്ര ഒരു ആക്നി പ്രോൺ സ്കിന്നൊന്നും അല്ല. അപ്പോൾ അത്തരത്തിലുള്ള സ്കിന്നുള്ളവർക്കൊക്കെ മതി സ്കിൻ കെയർ, എനിക്ക് സ്കിൻ കെയർ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ പയ്യെ പയ്യാണ് മനസ്സിലായത് സ്കിൻ കെയർ ഈസ് എ പാർട്ട് ഓഫ് സെൽഫ് ലവ്. അതുകൊണ്ട് തന്നെ ഞാൻ തീരെ സ്കിപ്പ് ചെയ്യാറില്ലാത്തൊരു പാർട്ടാണ് സ്കിൻ കെയർ. അത് രാവിലെ ആണെങ്കിലും നൈറ്റ് ടൈം സ്കിൻ കെയർ ആണെങ്കിലും ഞാനത് സ്കിപ്പ് ചെയ്യാറേ ഇല്ല. സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ടൈം ഫേഷ്യൽ മസാജ് ചെയ്യും. നമ്മുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആക്കാനും അതുപോലെ നമ്മുടെ ജോ ലൈൻ ഒക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കാനും നമ്മുടെ ഫേസ് ഷേപ്പ് ഒക്കെ പെർഫെക്റ്റ് ആക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ കുറച്ച് തണുത്ത വെള്ളമാണ് കുടിക്കുന്നത്, കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ. ദെൻ ഞാൻ 3 എഗ്ഗ് ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു ഫുഡാണ് എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കുന്നത്. പക്ഷെ ഞാൻ ബില്ലുനും ആലാക്കും ഇതെല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. സോ അവർ അവരുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇറ്റ്സ് എ പാർട്ട്. എത്ര ഓർഗനൈസ് ആക്കി വയ്ക്കാൻ ശ്രമിച്ചാലും തീരെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കില്ലാത്ത ഒരു സംഭവമാണ് മേക്കപ്പ് പൗച്ച്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഓരോ ടൈം എടുക്കുമ്പോഴും നമ്മൾ നീറ്റായിട്ട് വെക്കാനൊന്നും ശ്രമിക്കാറില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ശ്രമിക്കാറില്ല. പക്ഷേ ഞാൻ ഇതൊക്കെ എനിക്കൊരു മൂടുള്ള ടൈമിലാണ് ചെയ്യുന്നത്. ഹാലാക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംഭവങ്ങൾ തുറക്കുന്നത് കാണുമ്പോൾ തന്നെ ഹാല വന്നിരിക്കും. അതുപോലെ തന്നെ ഹാല എന്നെ ഹെൽപ്പ് ചെയ്യും ഓരോന്നൊക്കെ എടുത്തു തരാനും. സോ അങ്ങനെ കുറച്ച് ടൈം ഞങ്ങൾ മേക്കപ്പ് കിറ്റൊക്കെ ഒന്ന് ഓർഗനൈസ് ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഒരു പൗച്ചിലും ബാക്കിയുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ, സ്കിൻ കെയർ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത്. സോ ബാക്കിയുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ വേറെ പൗച്ചിലാക്കി സെറ്റ് ചെയ്ത് വെച്ചു. നോർമലി വീക്കെൻഡ് ഡേയ്സിൽ ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാറ്. കാരണം നമ്മൾ വീക്കെൻഡ് ഡേയ്സിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. കുറേ കുക്കിങ്ങിനൊന്നും ടൈം കളയാൻ ബില്ല് സമ്മതിക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ തലേന്ന് ഫുഡ് ഉണ്ടാക്കി വെച്ചു. ഗീ റൈസും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് 1:30 ഒക്കെ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മോര് കറി ഉണ്ടാക്കി ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊരു 1 വീക്കൊക്കെ വരെ പോകുന്നു തോന്നുന്നു ഇങ്ങനെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാനാണെങ്കിൽ. സോ നമുക്ക് എല്ലാ ദിവസവും ഫുഡൊന്നൊക്കെ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു
ഒരു പൊടിക്കൈ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ആൻഡ് ദെൻ ഞങ്ങളുടെ വീട്ടിലെ 4ാമത്തെ ആളാണ് നാരങ്ങ വെള്ളം. ഇതില്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനേ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഒരു പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായി. സോ ഈ മൈക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചതാണ്. ഇതുവരെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതൊക്കെ തുറന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ ഉച്ച ഉറക്കത്തിൻ്റെ ടൈമായി. ഹാലയുടെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ച് ഞങ്ങളിതാ ഉറങ്ങാൻ പോവാണ്. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഇതാ ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എവിടെയും ഇറങ്ങാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ച് വണ്ടിയിലൊക്കെ ഒന്ന് കറങ്ങി ഹാലാനെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചായ കുടിക്കുന്നത്. എനിക്ക് എത്ര ചൂടാണെങ്കിലും എത്ര തണുപ്പാണെങ്കിലും എനിക്ക് കുടിക്കാൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ചായ. പക്ഷെ ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ ചായ കുടിച്ചിട്ടേ ഇല്ല. മെയിനായിട്ട് കറക്റ്റ് ചായ കുടിച്ചിട്ടില്ല. കാരണം അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 1977 എന്ന് പറഞ്ഞിട്ടൊരു കഫറ്റീരിയ ഉണ്ട്. അവിടെ പോയിട്ട് ഒരു കറക്റ്റ് ചായ കുടിച്ചു. എന്നെപ്പോലെ തന്നെ ആലക്കും ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കാൻ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം പുറത്ത് കൂടെ ഒന്ന് സ്പെൻഡാക്കി. ഉടുപ്പിയിൽ പോയി നല്ല ചൂടുള്ള വടയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. ഞാൻ ഓൾറെഡി മസാലയൊക്കെ മിക്സാക്കി സാൽമൺ വച്ചിട്ടുണ്ടായിരുന്നു. സോ ഹാലക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഹാലക്ക് നൈറ്റിൽ ഡിന്നറായിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എയർ ഫ്രയറിൽ സാൽമൺ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് വച്ചു. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. ദെൻ ഞാൻ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തു. ഞാൻ എൻ്റെ ലാസ്റ്റ് ഒരു ഡേ എൻഡ് ആക്കുന്നത് സ്കിൻ കെയർ ചെയ്തിട്ടാണ്. കാരണം നൈറ്റ് ടൈം സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പിന്നെ ഫുൾ റെസ്റ്റിലായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ വേറെ ഒരു പണിക്കും പോകാറില്ല. അങ്ങനെ ഇതാ എന്നത്തെയും പോലെ ഇന്നും ഒരു ബ്യൂട്ടിഫുൾ ഡേ എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.